26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. പശ്ചിമേഷ്യയിലെ സംഘർഷം വ്യാപിച്ചത് ഇന്ധന പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ആശങ്കയായി LPGക്കും പെട്രോളിനും വില വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട്. ചിലപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കും. ഇന്ത്യയിൽ ആദ്യമായി LPG കാര്യക്ഷമതാ നയം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി പൂനെ ഗ്യാസ് കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ചു. ഇറാനെതിരെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയതും പശ്ചിമേഷ്യയിലെ സംഘർഷം വീണ്ടും വ്യാപിച്ചതും ഇപ്പോൾ വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധി രാജ്യത്ത് രൂക്ഷമാകുന്ന സൂചനയാണോ ഇതെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. സാമ്പത്തിക വിദഗ്ധരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു തുടങ്ങി. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത ആശങ്ക സൃഷ്ടിക്കത്തക്കവണ്ണമാണ് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കത്തിക്കയറുന്നത്. ഹോർമുസ് വഴിയുള്ള ചരക്ക് നീക്കം വീണ്ടും തടസ്സപ്പെട്ടാൽ ഇന്ത്യയിൽ പാചകവാതക വിതരണത്തിന് കേന്ദ്ര സർക്കാർ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് ആശങ്കാജനകമായ തരത്തിലാണ് വ്യാപിക്കുന്നത്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നു തന്നെയാണ് ഇത്തരത്തിൽ ക്രൂഡ് ഓയിൽ വില കത്തിക്കയറുന്നത്. ഇറാനെതിരെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. കഴിഞ്ഞ ദിവസം ഹോർമുസിലെ പുതിയ സുരക്ഷാ പ്രതിസന്ധി ചരക്ക് നീക്കത്തെ ബാധിക്കുമെന്ന ആശങ്കയും ഇരട്ടിക്കുന്നുണ്ട്. ഇതോടെ ഒരു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇപ്പോൾ ക്രൂഡ് ഓയിലിന് ഏർപ്പാടാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യ സംഘർഷം ഇനിയും നീണ്ടാൽ ഹോർമുസിലൂടെയുള്ള വെസലുകളുടെ സഞ്ചാരം ഗണ്യമായി കുറയുമെന്നതിനാൽ വീണ്ടും ആശങ്ക ഇരട്ടിക്കുകയാണ്. കാരണം രാജ്യത്തെ മൊത്തം LPGയുടെ ഇറക്കുമതിയുടെ 80% ഹോർമുസിലൂടെയാണ് എത്തുന്നത്. മറ്റ് വിപണികളിൽ നിന്ന് വാങ്ങിയാലും ചെലവ് കൂടുതലാണെന്ന് കമ്പനികൾ ഇപ്പോൾ പറയുന്നുണ്ട്. ഇന്ധന പ്രതിസന്ധി ചരക്ക് ഗതാഗതത്തെ ചെലവ് ഉയർത്തുന്നതിനാൽ ആഭ്യന്തര വിപണിയിലും ഭക്ഷ്യ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും രൂക്ഷമാക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിലവിലെ സംഘർഷാന്തരീക്ഷം ആഗോള വിപണിയിലെ LPG വിലയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നേരത്തെ ഏകദേശം 1884 രൂപയുണ്ടായിരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില ഇപ്പോൾ 3100 രൂപയെ കുതിച്ചുയർന്നു. ഹോട്ടലുകൾ, ആശുപത്രികൾ, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ തുടങ്ങി LPGയെ അമിതമായി ആശ്രയിക്കുന്ന മേഖലകളെ ഈ വിലവർദ്ധനവ് വലിയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. ജൂലൈ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്ക് വലിയ ആശ്വാസമായി വാണിജ്യ പാചകവാതക വിലയിൽ കുറവ് രേഖപ്പെടുത്തിയത്. 180 രൂപയുടെ കുറവാണ് അന്ന് രേഖപ്പെടുത്തിയത്. ഇതോടെ പുതിയ വില 2951 രൂപയായിരുന്നു. രാജ്യത്തുടനീളം 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 183 രൂപ വരെയായിരുന്നു എണ്ണ കമ്പനികൾ കുറച്ചത്. അതേസമയം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ ബാധിക്കുന്ന 14 കിലോ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലായിരുന്നു. തുടർച്ചയായ 5 മാസത്തെ വിലവർദ്ധനവിന് ശേഷമാണ് 2026 ആദ്യത്തെ വിലക്കുറവ് രേഖപ്പെടുത്തുന്നത്. പുതുക്കിയ നിരക്കുകൾ ജൂലൈ 1 മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു. ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ വാണിജ്യ പാചകവാതക വില റെക്കോർഡ് കുതിപ്പിലായിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു പിന്നാലെയാണ് ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില ഉയർന്നതും ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടർ വില കുതിച്ചുയർന്നതും. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിലും ആശങ്ക സൃഷ്ടിക്കത്തക്കവണ്ണം വീണ്ടും വില കൂടുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ അമേരിക്ക ഇറാൻ യുദ്ധത്തെ തുടർന്ന് ആഗോള ഇന്ധന വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടെ ഇന്ത്യയിൽ ആദ്യമായി LPG കാര്യക്ഷമത നയം നടപ്പിലാക്കണമെന്ന ആവശ്യമായി പൂനെ ഗ്യാസ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.